ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളൊരു ബ്രഷ് ഹോൾഡർ ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു 2-3 ദിവസത്തെ കഷ്ടപ്പാടാണ്. അതാണ് നിങ്ങൾ 1.5 മിനിറ്റ് കാണാൻ പോകണം. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 5 ബോൾസ് എടുക്കുക, ക്ലേ ബോൾസ് എടുക്കുക. എന്നിട്ട് ഒരു വലിയ ക്ലേ ബോൾ കൊടുക്കുക. എന്നിട്ട് ആ വലിയ ക്ലേ ബോൾ ഒന്ന് പരത്തിയതിന് ശേഷം ഈ 5 ഇതുപോലെ എന്ത് ചെയ്യുക വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഷേപ്പാക്കുക. ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ ഫ്ലവറിൻ്റെ ഷേപ്പിലാണ്. ഫ്ലവറിൻ്റെ ഷേപ്പ് നമ്മൾ പെയിൻറ്റ് പാലറ്റായിട്ടും അതിൻ്റെ സ്റ്റെമ്മ് വന്നിട്ട് നമ്മൾ ബ്രഷ് ഹോൾഡറായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുമാതിരി വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിൽ കുറച്ചൊരു ഉള്ളിലും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. വെള്ളം തൊട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, നല്ല ഷേപ്പിൽ കിട്ടും. ഇതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ പൊങ്ങും താഴുന്നൊരു എഫക്റ്റ്, ഒരു പുഴുവിൻ്റെ എഫക്റ്റാണ് കൊടുക്കുന്നത്. പുഴുവിൻ്റെ എഫക്റ്റാന്ന് പറഞ്ഞാൽ പുഴുവല്ല, സ്റ്റെമ്മ് അങ്ങനെ ബ്രഷ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ വിണ്ട് പോകും, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം വെച്ച് ഇങ്ങനെ ക്ലേ വെച്ച് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്ത് ഉണങ്ങാൻ വയ്ക്കുക. 2-3 ദിവസം പിടിക്കും നല്ലപോലെ ഉണങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ട് ആദ്യം വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് അടിക്കാൻ തുടങ്ങുക. എന്നാലേ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കളർ അങ്ങനെ ഒരു രസത്തിൽ എടുത്ത് നിൽക്കില്ല. അപ്പോൾ ഞാൻ മൊത്തം പേസ്റ്റൽ കളറാണ് കൊടുക്കുന്നത്. ഞാൻ ഈ ഉള്ളിൽ ഓറഞ്ച് കൊടുക്കാൻ കാരണം എൻ്റെ കയ്യിൽ മഞ്ഞ കളറില്ല, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് കൊടുത്തിരിക്കും. ഇതെല്ലാം ഞാൻ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമേ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.